ഇന്ത്യൻ പ്രീമിയർ ലീഗ് 18ാം സീസണിന് കൊടിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. 2 മാസത്തിലധികം നീണ്ടുനിന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ പ്ലേ ഓഫിലെത്തിയ ടീമുകൾ ഏതൊക്കെയെന്ന് വ്യക്തമായി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ മികച്ചുനിന്ന പലരും പിന്നിലേക്ക് പോയപ്പോൾ അവിടെ പതറിയ ചില ടീമുകൾ അപ്രതീക്ഷിത കുതിപ്പിലൂടെ രണ്ടാം പകുതിയിൽ മുന്നേറ്റം കുറിക്കുകയും പ്ലേ ഓഫിലേക്ക് ഇരച്ചുകയറുകയും ചെയ്തിരുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവർക്ക് അർഹിച്ച അംഗീകാരം എന്ന് തന്നെ ഇതിനെ വിളിക്കാം. എല്ലാ ടീമുകളുടെയും ഫേവറേറ്റ് അല്ലെങ്കിൽ സ്വപ്ന സ്പോട്ടിലാണ് അവർ നിൽക്കുന്നത് എന്നതാണ് പ്രത്യേകത. IPL രീതികൾ അനുസരിച്ച് പോയിന്റ് ടേബിളിൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് ക്വാളിഫയർ 1 എന്ന സെമിഫൈനൽ ആയിരിക്കും കളിക്കേണ്ടി വരിക. അതായത് ഇത് ശരിക്കും ഒരു സെമി തന്നെയാണ് എന്നർത്ഥം. തോറ്റാൽ ഒരു അവസരം കൂടി ലഭിക്കുമെന്ന് കൂടി ഇതിനർത്ഥമുണ്ട്. 1ാം ക്വാളിഫയറിൽ ജയിക്കുന്ന ടീമിന് നേരിട്ട് ഫൈനൽ കളിക്കാമെങ്കിൽ തോൽക്കുന്ന ടീം എലിമിനേറ്ററിൽ നിന്ന് ജയിച്ചുവരുന്ന ടീമിനോട് വീണ്ടും ഏറ്റുമുട്ടും. അതിലൂടെ ഫൈനലിൽ എത്താൻ ഒരു അവസരം കൂടി അവർക്ക് ലഭിക്കുന്നു. ഒരു സന്തോഷ വാർത്ത എന്തെന്നാൽ മെയ് 29-ന് ചണ്ഡിഗഡിൽ മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണെന്നതാണ്. എങ്കിലും മഴ പെയ്താൽ, മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടാൽ അത് RCBക്ക് വലിയ തിരിച്ചടിയാകും എന്നതാണ് പ്രധാന കാര്യം. പഞ്ചാബ് കിങ്സിന് അതിൽ ടെൻഷൻ വേണ്ട. കാരണം ലീഗിന്റെ നിയമമനുസരിച്ച് പട്ടികയിൽ ഉയർന്ന സ്ഥാനം നേടുന്ന ടീം ഫൈനലിലേക്ക് മുന്നേറും. ക്വാളിഫയർ 1-ന് റിസർവ് ദിനമില്ല. അതിനാൽ മഴകളിയെ തടസ്സപ്പെടുത്തിയാൽ പഞ്ചാബ് കിങ്സ് ഫൈനലിന് യോഗ്യത നേടും. എങ്കിലും RCBക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുമെന്നതാണ് മറ്റൊരു കാര്യം. അവിടെയും മഴവില്ലനായാൽ ശേഷിക്കുന്നവരിൽ ഏത് ടീമായാലും RCBക്ക് ഭയം വേണ്ട. അവർ നേരിട്ട് ഫൈനലിൽ കടക്കും. പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയ മറ്റ് 2 ടീമുകളാണ് ഗുജറാത്തും മുംബൈയും. ടൂർണമെന്റിൽ GT വളരെയധികം സമയം 1ാം സ്ഥാനം നിലനിർത്തിയിരുന്നു. എന്നാൽ റൺ റേറ്റ് കുറവായതിനാൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാന 2 മത്സരങ്ങളിൽ CSKയോടും LSGയോടും ഉണ്ടായ തോൽവികളും അവരെ പിന്നോട്ട് വലിച്ചു. അവർക്കിപ്പോൾ മുംബൈയെയാണ് നേരിടേണ്ടത്.